ഓരോ തവണയും നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കുറ്റം മാത്രം കണ്ടുപിടിക്കുകയും നിങ്ങളുടെ സന്തോഷം പോലും സഹിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അങ്ങനെ ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലുമില്ലേ? അങ്ങനെയുള്ള ആളുകളെ സഹിച്ച് ജീവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ തെറ്റല്ല, പക്ഷേ അവർക്കു വേണ്ടി നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും നിങ്ങളുടേത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ തന്നെ നമ്മൾ സംസാരിക്കേണ്ടത്? കാരണം ഇത്തരം നെഗറ്റീവ് ആളുകളുടെ വാക്കുകൾ വിശ്വസിച്ച് സ്വന്തം ആത്മവിശ്വാസവും കരിയറും ജീവിതവും കൈവിട്ടു പോയ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ മനസ്സമാധാനം തകർക്കുന്ന ആളുകളെ എങ്ങനെ കൃത്യമായി കൈകാര്യം ചെയ്യാം, അവരോട് വെറുപ്പോ പകയോ വെക്കാതെ എങ്ങനെ ആരോഗ്യകരമായ അതിരുകൾ അല്ലെങ്കിൽ ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതോടൊപ്പം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് സംരക്ഷിക്കാൻ സഹായിക്കുന്ന വളരെ പവർഫുള്ളായ ചില സൈക്കോളജി ടെക്നിക്കും നമുക്ക് ഒരുമിച്ച് നോക്കാം. ഇനി നമ്മുടെ ജീവിതത്തിലുള്ള ചില ബന്ധങ്ങളെ ഒന്ന് അടുത്തു നിന്ന് നോക്കാം. പലപ്പോഴും സ്വന്തം വീട്ടിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നോ വരുന്ന ചില വാക്കുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത്. അവനെ കണ്ടുപഠിക്ക്, അവളെ കണ്ടുപഠിക്ക്, നിനക്കൊന്നും പറ്റില്ല, നീ ഒരിക്കലും നന്നാവില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരുന്നാൽ പതിയെ പ്രശ്നം നമ്മളിലാണെന്ന് നമ്മളും വിശ്വസിക്കാൻ തുടങ്ങും. പക്ഷേ സൈക്കോളജി പറയുന്നത് മറ്റൊന്നാണ്. എല്ലാ സമയത്തും പ്രശ്നം നിങ്ങളിൽ ആയിരിക്കണമെന്നില്ല. പലപ്പോഴും പ്രശ്നം മറ്റൊരാളുടെ ചിന്താരീതിയിലും മനോഭാവത്തിലുമാണ് കിടക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു മൊബൈൽ ഷോപ്പിൽ പോയി വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫോൺ വാങ്ങി. അത് ഉപയോഗിക്കാൻ പോലും അറിയാത്ത ഒരാൾ ഫോൺ ഒന്ന് കയ്യിലെടുത്ത് ഇത് കൊള്ളില്ല, ഇതിനൊരു ക്വാളിറ്റിയുമില്ല എന്ന് പറഞ്ഞാൽ ആ ഒരാളുടെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ ആ ഫോൺ എടുത്ത് എറിഞ്ഞുടക്കുമോ? ഇല്ലല്ലോ. കാരണം ആ ഫോണിൻ്റെ യഥാർത്ഥ വില നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. മറ്റൊരാളുടെ മോശം അഭിപ്രായം നിങ്ങളുടെ വില ഒരിക്കലും തീരുമാനിക്കുന്നില്ല. ഇവിടെയാണ് സൈക്കോളജിയുടെ ഒരു പ്രധാന ആശയം, ഡിഫറൻസിയേഷൻ ഓഫ് സെൽഫ്, വളരെ പ്രസക്തമാക്കുന്നത്. അതിനർത്ഥം മറ്റൊരാളുടെ വികാരത്തിൽ നിന്നും അഭിപ്രായങ്ങളിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും സ്വന്തം വ്യക്തിത്വത്തെ വേർതിരിച്ച് നിർത്താൻ പഠിക്കുക എന്നതാണ്. ആരെങ്കിലും നെഗറ്റീവായി സംസാരിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങളും നെഗറ്റീവ് ആകണമെന്നില്ല. ആരെങ്കിലും കോപത്തിലാണ് എന്നതുകൊണ്ട് നിങ്ങളും കോപിക്കണമെന്നില്ല. പക്ഷേ പലരും തിരിച്ചറിയാതെ പോകുന്ന വളരെ അപകടകരമായ മറ്റൊരു കാര്യമുണ്ട്. അതാണ് ഗാസ് ലൈറ്റിംഗ്. നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾ പോലും നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുക. എപ്പോഴും നിങ്ങളാണ് കുറ്റക്കാരൻ എന്ന് നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കുക. ഇതാണ് ഗാസ് ലൈറ്റിംഗ്. ഇങ്ങനെ ഒരാൾ നിരന്തരം പെരുമാറുമ്പോൾ പതിയെ നിങ്ങൾക്ക് സ്വയം തന്നെ സംശയിക്കാൻ തുടങ്ങും. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മളെ കർക്കശമായി വിമർശിക്കുന്ന എല്ലാവരും ടോക്സിക് ആളുകളല്ല. ചിലർ നമ്മൾ നന്നാകണമെന്ന ആഗ്രഹം കൊണ്ടാണ് കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ചിലരുടെ ലക്ഷ്യമുണ്ടല്ലോ, നിങ്ങളെ വളർത്തുകയല്ല തളർത്തുകയാണ് ചെയ്യുന്നത്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതാണ് ശരി. ഇത്രയും നേരം പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. സത്യത്തിൽ ഇത്തരം ആളുകളെ നേരിടാൻ 3 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഒന്നാമത്തേത്, കൃത്യമായ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീടിന് ചുറ്റും ഒരു കോമ്പൗണ്ട് വാൾ കിട്ടുന്നത് അയൽക്കാരെ വെറുത്തിട്ടാണോ? അല്ലല്ലോ. നമ്മുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും വേണ്ടിയാണ്. ജീവിതവും അതുപോലെ തന്നെയാണ്. എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വന്ന് അഭിപ്രായം പറയാനുള്ള അവകാശമില്ല. അതിനാൽ
നിങ്ങളെ അനാവശ്യമായി വിമർശിക്കുന്ന ഒരാളോട് വളരെ മാന്യമായി പക്ഷെ ഉറച്ച ശബ്ദത്തിൽ ഇങ്ങനെ പറയാൻ പഠിക്കണം: ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇത്ര മാത്രം പറഞ്ഞാൽ മതി. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ ബഹുമാനിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരു ബന്ധു നിങ്ങളുടെ ജോലിയെയോ വരുമാനത്തെയോ എപ്പോഴെങ്കിലും പരിഹസിക്കുന്ന ആളാണെന്ന് കരുതൂ. അപ്പോൾ ദേഷ്യപ്പെടുകയോ വാദിക്കാൻ നിൽക്കുകയോ ചെയ്യണ്ട. പകരം ശാന്തമായി ഇങ്ങനെ പറയൂ: ഞാൻ എൻ്റെ കരിയറിൽ സന്തോഷവാനാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത്ര പറഞ്ഞിട്ട് ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുക. രണ്ടാമത്തേത്, പേഴ്സണൽ വിവരങ്ങൾ എല്ലാവരോടും പങ്കുവെക്കാതിരിക്കുക. എല്ലാവരെയും നമ്മുടെ പക്ഷത്തേക്ക് മാറ്റാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും പരാജയങ്ങളും പ്ലാനുകളും വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളോട് മാത്രം പറയുക. കാരണം ടോക്സിക് ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ ആയുധം കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ തന്നെയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കരുതൂ. എപ്പോഴും ഇത് നടക്കില്ല, നിനക്കത് പറ്റില്ല എന്ന് പറയുന്ന ആളുകളോട് അത് മുൻകൂട്ടി പറയേണ്ട ആവശ്യമില്ല. ആദ്യം പ്രവർത്തിക്കുക, വിജയിക്കുക, അതിനുശേഷം അവർ അറിഞ്ഞാൽ മതി അത്. മൂന്നാമത്തേത്, അനാവശ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കുക. സൈക്കോളജിയിൽ ഇതിന് പറയുന്ന പേരാണ് ഗ്രേ റോക്ക് മെത്തേഡ്. ടോക്സിക് ആളുകളുടെ ശക്തി നിങ്ങളുടെ പ്രതികരണമാണ്. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ, വിഷമിക്കുമ്പോൾ, വീണ്ടും വീണ്ടും വിശദീകരണം നൽകുമ്പോൾ അവരാണ് ജയിക്കുന്നത്. അതുകൊണ്ട് അവർ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പാറക്കല്ല് പോലെ ശാന്തനായിരിക്കുക. ചിലപ്പോൾ ഒരു ചെറിയ മറുപടി മാത്രം മതി. അങ്ങനെയാണോ? ശരി. ഓ ശരി. ഇത്ര മാത്രം. ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ നിങ്ങളെ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ സ്വയം തെളിയിക്കാൻ വലിയ വാദത്തിലേക്ക് പോകരുത് നിങ്ങൾ. പകരം ഒരു ചെറിയ പുഞ്ചിരിയോടെ ശരി, നിങ്ങളുടെ അഭിപ്രായത്തിന് നന്ദി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവുക. ഓർമ്മിക്കുക, എല്ലാ യുദ്ധങ്ങളും ജയിക്കേണ്ടതില്ല. ചില യുദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഒരു കാര്യം മാത്രം ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന, നിങ്ങളെ എപ്പോഴും നെഗറ്റീവാക്കുന്ന ആ ഒരാളെ ഒന്ന് മനസ്സിൽ ഓർത്തു നോക്കൂ. ഇനി അടുത്ത തവണ അവർ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ആ 3 കാര്യങ്ങളിൽ ഒരു കാര്യമെങ്കിലും പ്രയോഗിച്ചു നോക്കൂ. പ്രത്യേകിച്ച് ഗ്രേ റോക്ക് മെത്തേഡ്. എല്ലാ കാര്യത്തിനും ഉടനെ പ്രതികരിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോൾ മനസ്സമാധാനം എന്നത് പുറത്തു നിന്ന് കിട്ടുന്നത് ഒന്നൊന്നല്ല, നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ട ഒന്നാണത്. നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും. ഒരു കാര്യം എപ്പോഴും ഓർക്കുക: എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ജീവിച്ചാൽ അവസാനം നഷ്ടമാകുന്നത് നിങ്ങളുടെ സ്വന്തം മനസ്സമാധാനമായിരിക്കും. അതുകൊണ്ട് സ്വന്തം അതിരുകൾ സംരക്ഷിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് സ്വയം ബഹുമാനിക്കുന്നതും സ്വയം സ്നേഹിക്കുന്നതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളിലേക്ക് ഷെയർ ചെയ്യൂ. കാരണം ഈ ഒരു സന്ദേശം ഒരാളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമായേക്കാം. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു കമൻറ്റ് ചെയ്യൂ, ഞാനത് വായിക്കും. ഇതുപോലുള്ള ജീവിതം മാറ്റുന്ന സൈക്കോളജിയും മോട്ടിവേഷനും സ്വയം വളർച്ചയെക്കുറിച്ചുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ പോസിറ്റീവ് എനർജിയാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. അതുവരെ സ്വയം വിശ്വസിക്കൂ, സ്വന്തം മനസ്സിനെ സംരക്ഷിക്കൂ.